നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലുകൾ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് പുറത്ത് ചുറ്റിക്കറങ്ങിയിട്ട് തിരികെ മെഡ്രാസിൽ നിന്ന് എത്തിയിരിക്കുന്നു. ഈ ആഴ്ച അവസാനം ഈറോഡിൽ പോകണം. ഇന്ന് ഒരുപാട് നല്ല ന്യൂസുകളൊക്കെ ഉണ്ട്. ഇന്ന് ഗോൾഡിന്റെ പ്രൈസ് കയറി എവിടെയോ പോയിരിക്കുന്നു. 12,680 രൂപയാണ്, പ്ലസ് 80 റുപ്പീസ്. അത് വന്നിട്ട് 22 ക്യാരറ്റ് ആണ്. 24 ക്യാരറ്റ് വന്നിട്ട് 13,833 ആണ്. ഇതിന്റെ ഒപ്പം സിൽവറും കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോളറും കയറിയിരിക്കുന്നു 90.25 ഞാൻ അവസാനം നോക്കുമ്പോൾ. സോ ഇന്ന് എന്താണ് എന്നിട്ട് ന്യൂസ് എന്ന് നോക്കാം. അതിനു മുമ്പ് നിഫ്റ്റി 116 പോയിന്റ് ആണ് മുകളിലിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി 250 പോയിന്റ് ഗില്ലി. ക്യൂപ്പൈഡ് വേണ്ടെന്ന് പറഞ്ഞു. പ്രൊമോട്ടർ പ്രോബ്ലം എന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. 2 ദിവസത്തിൽ 36% ഡൗണ്. അതിൻ്റെ ഒപ്പം കർണാടക ബാങ്കും ഒരു 3-4% ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കർണാടക ബാങ്ക് ഇറങ്ങിയിരിക്കുന്നു. 3-4% തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഇതിൽ RBI ഇൻവോൾവ് ആണ്. ഇതുപോലെ പ്രൊമോട്ടറിൻ്റെ അടുത്തിരിക്കുന്ന സംശയം കാരണം നമ്മൾ ചില സ്റ്റോക്സിനൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നമുക്കും നിനക്കും എല്ലാവർക്കും നല്ലതാണ്. നമ്മൾ ആദ്യത്തെ ന്യൂസിന് വെനിസ്വലയിൽ തുടങ്ങും. വെനിസ്വലയിൽ എന്താണ് നടന്നുവെന്ന് ബൈനവ് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. ഇരുന്നാലും ഞാൻ പറയാം. ട്രംപ് ഭാഗവതർ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ കോൺഗ്രസിൻ്റെ അടുത്ത് പെർമിഷൻ വാങ്ങണം. അതായത് ഇന്നൊരു നാട്ടിൻ്റെ ഒപ്പം യുദ്ധത്തിന് പോകണമെങ്കിൽ കോൺഗ്രസിൽ പെർമിഷൻ വാങ്ങണം. പക്ഷേ ഇവിടെ കോൺഗ്രസ് പെർമിഷൻ വാങ്ങാതെ തന്നെ വെനിസ്വലയിലെ മെയിൻലാൻഡിൽ കുറച്ച് ഗുണ്ടിനെ ഇട്ട് പ്രസിഡന്റ് മദ്രയുടെ ഓഫീസിൽ തന്നെ ആൾക്കാരെ പോക്കറ്റിലിട്ടുണ്ട്. അവർ എവിടെയാണ് ഇരിക്കുന്നു, എവിടെ കിടക്കുന്നു, എവിടെ ഫുഡ് കഴിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ആ സ്ഥലത്തിൽ ഗുണ്ടിട്ട് 4 ഹെലികോപ്റ്ററിനെ ഇറക്കി അവരെയും അവരെ വൈഫിനെയും അവർ കയ്യിലെടുത്തു. പിന്നെ അവിടെ നിന്ന് അവരെ വിളിച്ചുകൊണ്ടുവന്ന് അടുത്തിരിക്കുന്ന ഒരു ഷിപ്പിലിറക്കി. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ഒരു പ്ലെയിനിൽ കയറ്റി. പിന്നെ സ്ട്രൈറ്റ് അവിടെ നിന്ന് ന്യൂയോർക്കിൽ കൊണ്ടുവന്നു. അതായത് അവരെ കണ്ണിനെയും കൈനെയും കെത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ ന്യൂയോർക്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് വന്ന് ജസ്റ്റിസിൽ കൊണ്ടുവരുമ്പോൾ ആൾ പിന്നെ കണ്ണിലും കൈയും ഒക്കെ കഴിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അയാൾ പാവമാണ്. സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് വന്നു. പിന്നെ ഇപ്പോൾ ഇയാളെ തൂക്കി അകത്ത് വച്ചിരിക്കുന്നു. ലോകം ഇതിനകാരനെ സ്തംഭിച്ചിരിക്കുന്നു. സ്പെയിൻ, ചൈന ഇതുപോലത്തെ സ്ഥലങ്ങൾ കുറച്ച് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാർ സൈലൻ്റ് ആയിരുന്നു. നമ്മ എവിടെ ഇരുന്നു എന്ന് നമുക്ക് തന്നെ അറിയാം. അതായത് എന്തായാലും ഒന്നുമില്ല എന്ന് ട്രംപ് ഓപ്പണ പറഞ്ഞിരിക്കുന്നു. എണ്ണ ഒരുപാട് അവിടെ ഇരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ എണ്ണ ഒരുപാട് അവിടെ അടുക്കിയിട്ടുണ്ട്. അത് കാരണം അവിടെ $100 ബില്യൺ എണ്ണ ഇരിക്കുന്നു. ആ എണ്ണ എടുക്കാനാണ് ഞങ്ങളിത് ചെയ്തു എന്ന് പറയുന്നു. മുടൂർ വന്നിട്ട് ഒരു നല്ല ആളല്ല. അവരൊരു 10 കൊല്ലം അവർ അവിടെ റൂൾ ചെയ്ത് ചവേസിന് ശേഷം 50% ജനങ്ങൾ വന്നിട്ട് ആ സ്ഥലത്തിന് വിട്ട് ഓടിപ്പോയിരിക്കുന്നു. മറ്റു സ്ഥലങ്ങളിലൊക്കെ GDP ഗ്രോത്തിനെ കുറിച്ച് സംസാരിക്കും. പക്ഷേ ഇവിടെ ഇവരെ GDP 50% കുറഞ്ഞിട്ടുണ്ട്. പോയ വർഷം ഇലക്ഷൻ ഫോർജറി, ഫ്രോഡ് എല്ലാം അവർ ചെയ്തു തന്നു. അങ്ങനെ ഇരുന്നും ഒരു നാട്ടിനെ എങ്ങനെ നടത്തുന്നു എന്ന് ഹ്യൂമൻ റൈറ്റ്സ്, ഒരു UN, പിന്നെ കോൺഗ്രസ് എന്ന അവരെ സ്ഥലത്തിൽ തന്നെ ഇരിക്കുന്നു. പക്ഷെ അതിനെ ഒന്നും അവർ റെസ്പെക്ട് ചെയ്യാതെ ഏത് ചെറിയ ഒരു കൺട്രി ആയിരുന്നാലും ഞാൻ അതിനെ ബുള്ളി ചെയ്യും, ഫോഴ്സ് ചെയ്യും, അങ്ങനെ എൻ്റെ പവറിനെ അവരെടുത്ത് കാണിക്കും എന്ന് പറയുന്നു. അടുത്ത ചോദ്യം എന്തെന്ന് വെച്ചാൽ ഇതിങ്ങനെ നടന്ന കാരണം നമുക്ക് എന്താണ് പ്രശ്നം എന്നതാണ്. ആദ്യം അമേരിക്ക കാറ്റോട് പോയി അമേരിക്ക ഗോവിന്ദായി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. അമേരിക്ക അതിൻ്റെ ശക്തിയെ അവിടെ കാണിച്ചിരിക്കുന്നു. ഇന്നൊരു കൺട്രിയിൽ പയ്യാണ് ഒരു പ്രസിഡന്റിനെയും അവരെ ഭാര്യയും എടുത്തുകൊണ്ട് വന്നിരിക്കുന്നവരെ ഒരു ആളിന് കൂടെ അടിപ്പെടാതെ സേട്ടനിറ്റി ഇല്ലാതെ അവരവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇത് ലോകത്തിൽ വേറൊരു നാട്ടിനോടൊപ്പം വേറെ ഏതെങ്കിലും നാട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. ഇത് കാരണം ടാക്സ് അമേരിക്ക എന്നൊക്കെ പറയും. അതിനവർ പ്രൂവ് ചെയ്തിരിക്കുന്നു. വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ ലാറ്റിൻ അമേരിക്കയും യാൽ വാളാട്ട് എന്ന അവർ ഒറ്റ ഞങ്ങൾ എടുക്കും എന്ന ഒരു മെസ്സേജ് അവർ പറഞ്ഞിരിക്കുന്നു. അവർക്ക് സപ്പോർട്ടീവായിട്ട് ഏതൊരു നാടും സംസാരിച്ചില്ല. അതായത് ബ്രസീലോ കൊളംബിയയോ അർജന്റീനയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ സന്തോഷത്തോടെ ഇത് കൊണ്ടാടിയിരിക്കുന്നു. ഇത് കാരണം എന്താകുമെന്നാൽ കച്ച എണ്ണയുടെ വില കുറയും, ലോകത്തിലിരിക്കുന്ന ടെൻഷൻ കയറും, സ്വർണത്തിന്റെ വില ലോകത്തിലിരിക്കുന്ന സ്വർണത്തിന്റെ വില ഒക്കെ കയറും. പറഞ്ഞതുപോലെ കയറിയിരിക്കുന്നു. ഇപ്പോൾ വേൾഡ് ഓർഡറിൽ പീസ് വന്നിരിക്കുന്നു. സ്വർണത്തിന്റെ വില ഇറങ്ങുമെന്ന് പറഞ്ഞവർക്കൊക്കെ അവരെ മുഖത്തിൽ തന്നെ ഇതിൽ പിന്നെ നമുക്ക് എന്ത് മനസ്സിലാവുന്നു എന്നാൽ റഷ്യയും ചൈനയും ഇപ്പോൾ സ്വർണത്തിനെ വിൽക്കത്തില്ല. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടും. ഡോളർ വന്നിട്ട് റിസർവ് കറൻസി ആയിരിക്കും. ഇത് നിങ്ങൾക്ക് പക്ക എവിഡൻസോടെ കിട്ടിയിരിക്കുന്നു. രൂപ പെട്ടെന്ന് താഴെ വിളിഞ്ഞിരിക്കുന്നു. 90.25 91 ക്രോസായി പോവും. RBI കമ്പ്യൂട്ടർ ആൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ
അങ്ങനെ അവർ ഉറങ്ങുവാണെങ്കിൽ 91-ന്റെ താഴെ പോകുമെന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നു. ഇന്നും അതുപോലെ തന്നെ നടന്നിരിക്കുന്നു. ആദ്യം കുറച്ച് നെഗറ്റീവായിട്ട് ഓപ്പൺ ആയിരിക്കുന്നു. ആദ്യം നെഗറ്റീവായി ഓപ്പണായി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോസിറ്റീവായിട്ട് പോയി. 11:30 മണി വരയ്ക്കും 30 പോയിന്റ് പ്ലസ്സിലാണിരുന്നു. പിന്നെ പെട്ടെന്ന് അതിന് താഴെയിട്ടു. ജനുവരിയിൽ 2 ദിവസം നടന്ന ട്രേഡിംഗ് കാരണം 5800 കോടി FII ആണ് വിറ്റിരിക്കുന്നു. ഇന്നും വിൽക്കും അവർ. ഞാൻ പറഞ്ഞതുപോലെ ആക്ഷൻ സ്റ്റാർട്ട്സ് ടുഡേ. ഇന്നും അവർ ഒരുപാട് വിറ്റിട്ടുണ്ട്. FII വിറ്റുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ് ഇവിടെ ഇരിക്കുന്ന ആദ്യത്തെ ന്യൂസ്. ഇപ്പോൾ അത് അല്ലാതെ 2 അഡീഷണൽ ന്യൂസ് നമുക്ക് നോക്കാം. പ്രൊമോട്ടേഴ്സ് ആഹാ ഈ വിലയിൽ കിട്ടുന്നേ, ഞങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ കമ്പനിക്ക് ഈ വാല്യൂ ഇരിക്കുന്നു എന്ന് അങ്ങനെ പറഞ്ഞു. അവർ 1,38,000 കോടിക്കാണ് വിറ്റിരിക്കുന്നു. മുമ്പെയൊക്കെ സ്റ്റോക്ക് കുറച്ച് താഴെ ഇറങ്ങുവാണെങ്കിൽ പ്രൊമോട്ടർ കുറേ വാങ്ങും. പക്ഷേ ഇവിടെയൊക്കെ 3 വർഷം ലോയിൽ പ്രൊമോട്ടറൊക്കെ വാങ്ങാതിരിക്കുന്നു. ഇത് കാരണം പ്രൊമോട്ടർ എക്സിറ്റ് ആകുന്നു. അകത്ത് പോകുന്നത് നിങ്ങളെ മ്യൂച്വൽ ഫണ്ട്സ് എന്നതാണ് നിങ്ങൾ മറക്കരുത്. ഇന്ന് ഡിമാർട്ട് വന്നിട്ട് 52 വീക്ക് ലോയിനെ ടച്ച് ചെയ്തിരിക്കുന്നു. പക്ഷെ വലുതായിട്ടൊന്നും കയറിയില്ല. ഡിമാർട്ടിന് റവന്യൂ 13% കയറിയതിന് 442 സ്റ്റോർ വരയ്ക്കും എക്സ്പാൻഡ് ചെയ്തതാണ് ഒരു കാരണം. സെയിം സ്റ്റോർ സെയിൽസ് വലുതായിട്ട് കയറിയില്ല. ഇന്നും അത് പല മടങ്ങ് ഏർണിങ്സിലാണ് ഇരിക്കുന്നു. റിയലിസ്റ്റിക് നമ്പറിൽ ഇല്ല അത്. അതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. IPO ഇടുന്ന കാരണം എന്താകുന്നതെന്നാൽ മുമ്പേ കാശിട്ട് PE ഫണ്ട് അവരൊക്കെ കാശിന് വെളിയിൽ എടുത്തോണ്ട് പോകുന്നു. ഇത് കാരണം IPOയിൽ ഗവൺമെന്റ് ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, RBIയുടെ ഒരു അനുഗ്രഹം കാരണം 25,000 ലിമിറ്റ് കൊടുത്ത് കളിക്കുന്നതിൽ കാശ് ഇന്ത്യയെ വിട്ട് ഫാസ്റ്റാ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. എത്രത്തോളം IPO വരുന്നോ അത്രയ്ക്കും രൂപയുടെ പ്രഷർ കയറിക്കൊണ്ടേ പോകും. സൊമോട്ടോ എന്ത് പറയുന്നു എന്നാൽ എറ്റേണൽ എന്ന കമ്പനി ഇങ്ങനെ തന്നെ കമ്പനി നടത്തും, ആവശ്യപ്പെടുവാണെങ്കിൽ നിങ്ങൾ സ്ട്രൈക്ക് വേണമെങ്കിൽ ചെയ്തോ എന്നൊക്കെയാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈസ്ബിഗിയും സൊമോട്ടോയും ന്യൂ ഇയറിന് അടുത്തവർ സ്ട്രൈക്ക് ചെയ്തായിരുന്നു. അതായത് ഞങ്ങൾക്ക് സാലറി ഞങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് കൂടുതൽ ശമ്പളം വേണമെന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൊമോട്ടോ എന്ത് പറയുന്നു വെച്ചാൽ ദീപേന്ദർ ഗോയൽ ഞാൻ പ്രോഫിറ്റ് ഒന്നും കമ്മിറ്റ് ചെയ്തില്ല ഇൻവെസ്റ്ററിന്, അതുപോലെ ഇത് വന്നിട്ട് ഒരു പാർട്ട് ടൈം ജോബാണ്, ഞങ്ങളെ ആരെയും ഫോഴ്സ് ചെയ്ത് ജോലി ചെയ്യാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യേണ്ട. ഇവിടെ നിങ്ങൾ റെഗുലറായിട്ട് 5000 പേരിനെ കട്ട് ചെയ്ത് വിടും. നിങ്ങൾ എവറി മന്ത് 5000 പേരിനെ ഗാലി ചെയ്യും. 5000 പോയെങ്കിൽ 5000 വരും എന്ന് പറഞ്ഞു. പക്കോട ഇടുന്നതിനെക്കാട്ടിലും ഇത് ബെറ്റർ ബിസിനസ് എന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നു. ഇതുപോലത്തെ ജോബ്ലെസ്നെസ് ഇരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. IT-യിലും ഇനി ആൾക്കാരെ എടുക്കാൻ പോകുന്നില്ല. സോ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. ഇത് വന്നിട്ട് സൊമോട്ടോയെ കുറിച്ചുള്ള ന്യൂസാണ്. സൊമോട്ടോ എന്ത് പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഇൻവെസ്റ്റർ ഇട്ടെന്ന് കാശ് റൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ റൈസ് ചെയ്യും എന്നതുപോലെയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. സോ ഓവറോളായിട്ട് സൊമോട്ടോ ഒരുപാട് ദിവസം താങ്ങത്തില്ല. എക്സിറ്റ് ആകേണ്ട സമയം എക്സിറ്റ് ആകുക. ഒരു ബ്രോക്കർ വന്നിട്ട് ക്ലയൻറ്റിൻ്റെ മുകളിൽ കേസ് ഇട്ടിരിക്കുന്നു. കമ്പ്യൂട്ടർ ഗ്ലിച്ച് കാരണം 1.25 കോടി രൂപ പ്രോഫിറ്റ് ചെയ്തിരിക്കുന്നു എന്ന്. അതായത് എൻ്റെ കാശിന് അവരെടുത്തിരിക്കുന്നു, പക്ഷെ തിരികെ ചോദിച്ചാൽ തരുന്നില്ല എന്ന് പറഞ്ഞു. ബോംബെ ഹൈക്കോടതി എന്ത് തീർപ്പ് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഗ്ലിച്ചിൻ്റെ കാരണം നിങ്ങളാണ്, പേ ഔട്ട് നിങ്ങൾ തന്നെ കൊടുത്തിരിക്കുന്നു, സോ കാശിനെ തിരികെ തരണം എന്ന ആവശ്യമില്ല. ഇതുപോലെ ഒരു ലോസ് ഗ്ലിച്ച് കാരണമാവുകയാണെങ്കിൽ നിങ്ങൾ തിരികെ കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെ പറഞ്ഞു അവസാനം ക്ലയൻറ്റ് തന്നെ ഈ കാശ് എന്ന് പറഞ്ഞ് തീർത്തിരിക്കുന്നു. അതൊരു ആദ്യത്തെ ഒരു ന്യൂസാണ്. അതിൻ്റെ ശേഷം RBI എന്ത് പറയുന്നു എന്നാൽ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഫ്രെയിംവർക്കിൽ ഫ്ലെക്സിബിളായിരിക്കുമെന്ന്. ഡിസംബർ മാസത്തിൽ ഇൻഫ്ലേഷൻ 1.66 തന്നെ കയറിയിരിക്കുന്നു. അതിന് അവർ സമ്മതിക്കുമെന്ന് റിപ്പോർട്ടൊക്കെ പറയുന്നു. ഇത്രയും ദിവസം വരയ്ക്കും 0.75% ആണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ 1.66 എന്ന് പറയുന്നത് പോലെ പോവും. റേറ്റ് കട്ട് വരാതെ ഇരിക്കാൻ എന്ന് നമ്മൾ വിശ്വസിക്കാം. ITCയിൽ ഒരു ന്യൂസ് വന്നിരിക്കുന്നു. ITC എന്ത് പറയുന്നു എന്നാൽ നിങ്ങളെ ഫുഡ് ഡെലിവറി ബിസിനസ് വന്നിട്ട് 100% എവറി ഇയർ ഗ്രോ ആകുന്നു. ഞങ്ങൾ 65 ക്ലൗഡ് കിച്ചൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു ഇന്ത്യയിൽ. ഞങ്ങൾ മെഡ്രാസിലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വിധവിധമായിട്ട് സെഗ്മെൻറ്റ് ചെയ്തിരിക്കുന്നു. പാൻ ഏഷ്യൻ, പ്രീമിയം നോർത്ത് ഇന്ത്യൻ, ഇതുപോലെ ഒരുപാട് സെഗ്മെൻറ്റ് ഞങ്ങൾ കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോയൊപ്പം ടൈപ്പും ചെയ്തിട്ടുണ്ട്. ആൾട്ടർനേറ്റ് കോംപ്ലിമെൻ്ററി ചാനൽസും ഞങ്ങൾ നോക്കുന്നുണ്ട്. 80-20% ഗ്രോത്ത് ലോങ് ടേമിൽ വരുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി വർഷത്തിന് വർഷം ഡബിൾ ആയിക്കൊണ്ടിരിക്കുന്നു ബിസിനസ്. ഇത് വന്നിട്ട് ഫാസ്റ്റ് മൂവിങ് ബിസിനസ്സാണ് എന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യം. പിന്നെ
കോപ്പറിന്റെ വില ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. ഇത് കാരണം ഇപ്പൊ കോപ്പറൊക്കെ കൊണ്ട് ഉപയോഗിക്കുന്ന അപ്ലയൻസസ് ഒക്കെ 5-8% അതിന്റെ വില കൂട്ടാൻ പോകുമെന്നാണ് ന്യൂസ് വന്നിട്ടുള്ളത്. AC, ഫ്രിഡ്ജ് ഇതിന്റെ ഒക്കെ വിലയൊക്കെ കയറും എന്നാണ് പറയുന്നു. പക്ഷേ ഇന്ത്യയുടെ വിലവാശി കയറിയില്ല, അത് വേറെ ഒരു കണക്കാണ്. പക്ഷേ ഈ വിലവാശി കയറണമെങ്കിൽ മദ്രാസ് ഹൈക്കോർട്ടിൽ ഗ്രീൻ കോപ്പർ ഞങ്ങൾ ചെയ്യാൻ റെഡിയായിരിക്കുന്നു, നിങ്ങൾ എന്ത് കണ്ടീഷൻ ഇട്ടാലും ഞങ്ങൾ ഓക്കെ എന്ന് വേദാന്ത പേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ മുമ്പേ പറയണ്ട, നിങ്ങൾ കൊണ്ടു ചെന്ന് കോർട്ടിൽ തമിഴ്നാട് ഗവൺമെന്റിന്റെ മുമ്പേ പോയി അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അപ്ലൈ ചെയ്ത് പെർമിഷൻ ഇടാം, പിന്നെ അതിനെ നോക്കിയൊന്ന് ഡിസൈഡ് ചെയ്യാമെന്ന് കോർട്ട് പറഞ്ഞിട്ടുണ്ട്. എയർ ഇന്ത്യയിൽ കാമൽ വെൽസൺ ടാറ്റ പറയും എന്നൊരു ന്യൂസ് വന്നിരിക്കുന്നു. ഇത് കാരണം ഇന്റർനാഷണൽ ഏവിയേഷൻ എക്സ്പോർട്സിന്റെ അടുത്ത് ചന്ദ്രശേഖർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായും പുതിയതായിട്ട് ഒരാളിനെ കൊണ്ടുവരുന്നത് പോലെയും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ തന്നെ ലോകത്തിലെ വലിയ റൈസ് ഗ്രോവർ ആയിരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ചൈനയെ ബീറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് റൈസിനെ കുറച്ച് എക്സ്ട്രാ ഗ്രോ ചെയ്തിരിക്കുന്നു. അതായത് പുതു വെറൈറ്റി ഒക്കെ വെച്ച് സൂപ്പറായിട്ട് ഗ്രോ ആയിരിക്കുന്ന പോലെ. ഇത് കാരണം ഇവിടെ ഇരുന്ന് എക്സ്പോർട്ടും കൂടും എന്ന് പറയുന്നു. 150 മില്യൺ ടണ്ണാണ് പ്രൊഡ്യൂസ് ആയിട്ടുള്ളത്. ഇതിനെ വന്നിട്ട് പുതിയ വേൾഡ് റെക്കോർഡ് എന്നാണ് പറയാൻ പാടുന്നത്. വീടുകൾ വിൽക്കാൻ പറ്റുന്നില്ല, അൺസോൾഡ് ഹൗസസ് ഒക്കെ ഇപ്പോൾ നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. വെറും ഹൈ എൻഡ് ഹൗസസ് മാത്രം തന്നെ വിൽക്കുന്നു. ഒരുപാട് സപ്ലൈ ഇരിക്കുന്നു, പക്ഷേ ഇപ്പോൾ വീട് വിൽക്കാൻ പറ്റുന്നില്ല. ഹൈ എൻഡ് ഹൗസസ് മാത്രം വിൽക്കുന്നു. അങ്ങനെ വീട് വിൽക്കുന്നത് കുറവായിരുന്നാലും റവന്യൂ കൂടിയിരിക്കുന്നു. അങ്ങനെ താഴെ വീണാലും മീശയിൽ വണ്ണം ഒട്ടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി നമ്മൾ പറഞ്ഞത് തന്നെ, ഇന്ത്യ ഫുള്ളാக നിങ്ങൾ നോക്കുവാണെങ്കിൽ വീടുകളൊക്കെ ഗാലിയായിട്ടിരിക്കുന്നു. എവിടെ ഇന്ത്യയിൽ നോക്കിയാലും വീട് ഗാലിയായിരിക്കുന്നു എന്നതിൽ ഏതൊരു സംശയവുമില്ല. ഇത് കാരണം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ഡെഫിനറ്റായിട്ട് കുറയും. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി കുറയുവാണെങ്കിൽ എന്ത് പ്രോബ്ലം എന്നാൽ, ഓൾറെഡി അഗ്രികൾച്ചറിന് ശേഷം സെക്കൻഡ് ലാർജസ്റ്റ് എംപ്ലോയർ കൺസ്ട്രക്ഷൻ. അഗ്രികൾച്ചറും കൺസ്ട്രക്ഷനും കുറയുവാണെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോയിൽ ഇന്നും ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യാൻ വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. ബജാജ് ആട്ടോ എന്ത് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നു എന്നാൽ, ലാറ്റിൻ അമേരിക്കയിൽ ഒരുപാട് സെയിൽസ് ഉണ്ടെങ്കിലും വെനിസുലയിൽ അവരുടെ സെയിൽസ് വന്നിട്ട് ലെസ് ദാൻ 1% ഓഫ് ദി ടോട്ടൽ എക്സ്പോർട്സ്. ഇതിനെ വേറെ എവിടെയെങ്കിലും മേക്കപ്പ് ചെയ്യും. ഇത് കാരണം ഇന്ത്യൻ ഓട്ടോ കമ്പനീസിന് വന്ന് വെനിസുലയിൽ നടന്നത് കാരണം വലിയ ഷോക്ക് ഒന്നുമില്ല എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നു. ഇത് തന്നെ ഓവറോൾ ആയിട്ടുള്ള മാർക്കറ്റിലുള്ള ന്യൂസ്. ഇവിടെ നിങ്ങൾക്ക് ഒരു 6 മാസത്തിന് മുമ്പേ പറഞ്ഞായിരുന്നു ക്യൂപിഡ് ഡേഞ്ചർ എന്തെങ്കിലും ഒരു ദിവസം വെടിക്കുമെന്ന്. ഇപ്പോൾ അത് വെടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആ പ്രൊമോട്ടർ റിലേറ്റഡ് എല്ലാ സ്റ്റോക്കും ഇറങ്ങിയിരിക്കുന്നു. കർണാടക ബാങ്ക് കൂടെ ഒരു 3-4% ഇറങ്ങിയിരിക്കുന്നു. തിരികെ 175-180 വന്നില്ല. സോ ഇപ്പോൾ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യേണ്ട. നന്ദി, നമസ്കാരം.